ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് സ്പെഷ്യലാണ്. എന്നെപ്പോലെയുള്ള ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനാണിത്. ഇത് ആക്ച്വലി ഞാൻ പോസ്റ്റ് ചെയ്യുക ഫുൾ കംപ്ലീറ്റ് പ്രൊസീജിയർ എല്ലാവരും കഴിഞ്ഞ് നമ്മുടെ ലൈസൻസ് കയ്യിൽ കിട്ടുന്ന ഒരു സമയത്തായിരിക്കും. അപ്പം ഞങ്ങൾ കാർ വാങ്ങിയത് ഏപ്രിൽ 11-നാണ്. അങ്ങനെ ഞങ്ങളൊരു മെയ് 14-ാം തീയതി മെഡിക്കൽ ബോർഡിന് എനിക്കിങ്ങനെ ലൈസൻസ് വേണം എന്നുള്ളൊരാഗ്രഹമുണ്ട്, ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ട് നമ്മൾ മെഡിക്കൽ ബോർഡ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ബോർഡിന് അത് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അതിന് ശേഷം മെഡിക്കൽ ബോർഡ് മീറ്റിംഗ് വരുമ്പോൾ അവർ വിളിക്കും, ആ സമയത്ത് വരണം, അപ്പോൾ ഒരു ചെക്കപ്പ് മാതിരി സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നവർ പറഞ്ഞു. സോ ഇന്ന് ഇപ്പം ഡേറ്റ് എന്താ, ജൂൺ 25 ആണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അവർ വിളിച്ചു നമ്മളെ. എന്നിട്ട് ഇപ്പം നമ്മളിതാ മെഡിക്കൽ ബോർഡിൻ്റെ മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സ്പോർട്സ് മെഡിസിൻ്റെ. അപ്പം ഏതൊക്കെ ഡോക്ടേഴ്സാണ് ഉണ്ടാവുക, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നെ എന്താ പറയുക എൻ്റെ എലിജിബിലിറ്റി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. പേടിയുണ്ടോ? കുറച്ച് ധൈര്യമുണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് പേടിയുണ്ട്. തെറ്റാക്കൂലേ? പൊളിക്കണം നമുക്ക്. നമ്മുടെ മെഡിക്കൽ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞു. എന്നോട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അതിൽ എൻ്റെ ഫോട്ടോ, ആധാർ കാർഡ്, UDID, ഡിസബിലിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ ഞാനിപ്പോൾ എവിടെ നിന്നാണോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അതിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ റൂമിൽ കുറേ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരാദ്യം എൻ്റെ കൈയിൻ്റെ സ്ട്രെങ്ത്ത് നോക്കി, കാലിൻ്റെ സ്ട്രെങ്ത്ത് നോക്കി, മുട്ടുണ്ടോ, കാലെന്തോരം ഉണ്ട്, എനിക്കിപ്പോൾ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഏത് ടെറൈനിൽ കൂടെയും ഏത് അവസ്ഥയിൽ കൂടെ വണ്ടി ഓടിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ എന്നൊക്കെ എന്നെ ചോദിച്ച് കൈ മൂപ്പര് പിടിച്ചിട്ട് അതിൻ്റെ ബലമൊക്കെ നോക്കി. പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യണേ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ വെറുതെ റാൻഡം ആയിട്ടൊക്കെ ചോദിച്ചു. പൊതുവേ നോക്കുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, ഏബിൾ ആണ്. അതേപോലെ ഇനി എന്തെങ്കിലും ഓൾട്രേഷൻസ് ഇഫ് നെസസറി വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ എലിജിബിൾ ആയിരിക്കണം ആണ് എന്നുള്ള രീതിയിൽ മെഡിക്കൽ ബോർഡ് സൈൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെന്നോട് ഓടിച്ച് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ വീടിൻ്റെ മുറ്റം അത്യാവശ്യം കുറച്ച് വലിപ്പമുണ്ട്. അത് മാത്രമല്ല വീട്ടിൽ നിന്ന് റോട്ടിലേക്കുള്ള ആ ഒരു ചെറിയൊരു ഫുട്പാത്ത് മേത്തൊരു റോഡുണ്ട്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാറ് മാത്രമേ അതിൽ കൂടെ പോവുള്ളൂ, കാരണം അത് വരെ എത്തിക്കഴിഞ്ഞാൽ റോഡ് തീർന്നുപോയി. അപ്പം ആ റോഡിൽ നമ്മൾ ഞാനിങ്ങനെ വണ്ടി എടുത്ത് റോട്ടിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസും എനിക്കുണ്ട്. സോ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഞാൻ ഓടിച്ച് കാണിച്ചു തരാം, ഐ ആം എക്സൈറ്റഡ്. അങ്ങനെ ആക്കില്ല, ഞാൻ ധൈര്യത്തോടെ തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന്. അപ്പോൾ തന്നെ അവർക്ക് എന്നോടൊരു ഇമ്പ്രഷൻ വന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഞാൻ ഓടിച്ച് കാണിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ട്, പിന്നെ എൻ്റെ വാച്ച് ഊരി വെച്ചു. എന്നിട്ട് ഞാൻ ബിസ്മി ആയതിൽ കുറിച്ച് ഒക്കെ ഓതിയിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് നന്ന റൗണ്ട് അടിച്ച് വളച്ചൊക്കെ ആ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഹാസിനോട് അവര് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് സ്റ്റിയറിങ് ഹാൻഡിൽ ചെയ്യുക, എന്താ ചോദിച്ചാ ഒരു നാണം. അപ്പൊ എങ്ങനെ കൈ കൊണ്ട് ഫിംഗർ ഇല്ലല്ലോ, അങ്ങനെ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി തിങ്കളാഴ്ച ഡേറ്റ് ഇന്നിപ്പോ 25 അപ്പൊ ഇതിന്റെ തിങ്കളാഴ്ച വന്നിട്ട് അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സൂപ്രണ്ട് സൈൻ ചെയ്യും, അത് കളക്ട് ചെയ്തോ, എന്നിട്ട് MVDന്റെ അടുത്ത്, അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് പോയിട്ട് പിന്നെ അവർക്ക് ഇത് ബോധ്യപ്പെടണം ഞാൻ വണ്ടി ഓടിക്കാൻ എലിജിബിൾ ആണ്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഞാൻ ഓടിക്കും, ഐ എം ഫൈൻ ടു ഡ്രൈവ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് ഐ വിൽ ഗെറ്റ് ദ ലൈസൻസ്. ജൂൺ 25-നായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ മീറ്റിംഗ് വന്നത്. മെഡിക്കലി ഫിറ്റ് ആണ് എന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഡോക്ടറിൽ നിന്ന് കിട്ടിയത് എനിക്ക് ജൂലൈ 1-നാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തതിന് ശേഷമാണ് MVIന് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് സാറ് പറഞ്ഞത് പരിവാഹൻ സൈറ്റില് ഫോം 1A എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അത് പ്രിന്റ് എടുക്കണം. അതേപോലെ തന്നെ വണ്ടിക്ക് ഓൾട്രേഷൻ വരുത്തിയതിന് ശേഷം അത് RC ബുക്കിൽ എൻഡോഴ്സ് ചെയ്തിട്ടാണ്
പിന്നെയും MVDനെ കാണാനായിട്ട് ചെല്ലേണ്ടത്. ഈ ഓൾട്രേഷൻ ചെയ്യപ്പെടുന്നത് നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുസരിച്ചിട്ടാണ്. നിയമപ്രകാരം 40% മേലെ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ ഓൾട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു ഘടകമാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ ഫോം 1A നമ്മൾ കാണിക്കുന്ന ഗവൺമെൻറ് ഓർത്തോ ഡോക്ടർ നമ്മളെ അസസ് ചെയ്തിട്ട് അപ്രൂവലും സിഗ്നേച്ചറും വിത്ത് സീൽ അടങ്ങിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഫോം 1A ഉണ്ടാവുക. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വീക്കായിട്ടുള്ള എക്സ്ട്രാ ഓൾട്രേഷൻസ് വേണ്ട ഏരിയ ഏതൊക്കെയാണ് എന്നെല്ലാം നോക്കി എല്ലാം ഒരു ഫിസിക്കൽ അസസ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ഡീറ്റെയിൽ ആയിരിക്കും ആ ഫോം 1A കൊടുക്കുന്ന ഡീറ്റെയിൽസ്. ഫോം 1A ചെയ്യാനുള്ളത് ഇതാണ്. പിന്നെ വരുന്നതാണ് വണ്ടീൻ്റെ ഓൾട്രേഷൻ. എൻ്റെ ചെറുപ്പം മുതലേ വീൽ ചെയറിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഇക്കാക്കന്മാരും ഇത്താത്തമാരും എല്ലാവരും ഉണ്ട്. അവരെല്ലാം സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിഗംഭീരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇവരെ ചെറുപ്പം മുതലേ ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ആരാ വണ്ടിയല്ലോ ഇങ്ങനെ ആക്കി തന്നേന്ന് ചോദിച്ചപ്പോൾ the name everybody used to say was മുസ്തഫക്ക, തോരപ്പ മുസ്തഫക്ക. ഒരു കൊല്ലങ്ങളോളമായിട്ട് ഇതിൽ ഉള്ള ഒരാളാണ്. ഒരുപാട് പേർക്ക് ഈ ഹെൽപ്പ് ചെയ്തു കൊടുത്തിട്ടുള്ള, ഒരുപാട് പേരുടെ സ്വപ്നം നടത്താനായിട്ട് കൂടെ നിന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ ഹ്യൂമൻ ബീങ് ആണത്. അപ്പോൾ ജൂലൈ 5 ചട്ടിപ്പറമ്പ് വെച്ചിട്ടാണ് മുസ്തഫക്കാനെ ഞാൻ കണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്ഥലം അവിടെയാണ്. അപ്പം ഞാൻ ചെന്നപ്പോൾ എൻ്റെ വണ്ടിയെല്ലാം നോക്കി. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഓൾട്രേഷൻ എന്താണ് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മുമ്പൊന്ന് അസസ് ചെയ്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടാന്നെല്ലാം പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞാൽ മുസ്തഫ് ഖാൻ ആലോചിക്കുമ്പോൾ ഐ ഫീൽ റിയലി പ്രൗഡ്. ഹി സ്റ്റാർട്ടഡ് ദിസ് ഇൻ 1999. അതായത് ഞാനൊക്കെ ജനിക്കണതിന് മുമ്പേ ഈ പരിപാടി മൂപ്പര് തുടങ്ങിയിരിക്കണം. ഹീസ് എ വെരി ബ്രേവ് പേഴ്സൺ. കാരണം മൂപ്പരും ഒരു വലിയ ചാലഞ്ച് ഉണ്ടായിട്ടും അതിനോടുകൂടി ചേർന്ന് നിന്നും മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പം തന്നെ മോർ ദാൻ 2500+ വണ്ടികൾ അദ്ദേഹം ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പണ്ട് കാലം മുതലേ ഉള്ള ഏറ്റവും ആദ്യത്തെ ആളുകളിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും ഇത്രയധികം വണ്ടികൾ ഓൾട്ടർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടും ഹീ ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് വാസ് അവാർഡഡ് ഫോർ ദ സെയിം. അദ്ദേഹത്തിന് ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് ഓൾട്രേഷൻ നടത്തി എന്നുള്ള കുറച്ച് വേണ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ്സ് അദ്ദേഹം എനിക്ക് തന്നു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ വണ്ടിയിൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് മുതൽ ഒരു നോബ് ഫിറ്റ് ചെയ്തു. ആ നോബ് ഉണ്ടെങ്കിൽ എൻ്റെ കൈ സ്റ്റിയറിംഗ് മുതൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ എളുപ്പമുള്ള സാഹചര്യം ഉണ്ടാക്കി കിട്ടും. ഈ നോബ് വാങ്ങിയത് അവിടെ അടുത്തുള്ള ഒരു കാർ ആക്സസറീസിൻ്റെ ഷോപ്പിൽ തന്നെയാണ്. ചട്ടിപ്പറമ്പ് ഭാഗത്ത് നെല്ലോളി റോഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഓട്ടോമിയ കാർ ആക്സസറീസ് ഷോപ്പിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ പ്രിസൈസ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ അടുത്ത് തന്നെ ഇത് കിട്ടുന്ന സാഹചര്യങ്ങളും സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. ആൻഡ് മേ ബി എൻ്റെ ഓൾട്രേഷൻ ഒരു ചെറുതായതുകൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ബ്രേക്ക് പാഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗിയറിൻ്റെ സ്ഥലത്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനാണെങ്കിൽ ഇത് കുറച്ചും കൂടെ പണിയെടുത്തിട്ടാണെങ്കിലും ഹി വിൽ മേക്ക് ഇറ്റ് ഡൺ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെയ്ത പരിപാടിയാണ് ഇത് RC ബുക്കിൽ എൻഡോഴ്സ് ചെയ്യാനായിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന ഓൾട്രേഷൻസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നമ്മൾ നമ്മുടെ കൂടെ എപ്പോഴും സേഫായിട്ട് ഡോക്യുമെൻ്റഡ് ആയിട്ട് കൂടെ വെക്കണം. കാരണം ഓഫീസേഴ്സ് ഇത് ചോദിക്കുമ്പോൾ തപ്പിക്കളിക്കാതെ നമുക്ക് വേഗം എടുത്തു കൊടുക്കാനായിട്ട് പറ്റണം. എൻ്റെ വണ്ടിയിൽ ഓൾട്രേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫുകളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം എനിക്ക് വണ്ടി മുസ്തഫക്ക ഇങ്ങനെ ഓൾട്രേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് മുസ്തഫക്ക തന്നെ ഫുള്ള് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന കുറച്ച് സർട്ടിഫിക്കറ്റ്സിൽ ഉള്ളത് വെച്ചാൽ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ഫോം 22F, ഫോം 22G, അതേപോലെ ഓൾട്രേഷൻ സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ടു ഹൂംസ് എവർ ഇറ്റ് മേ കൺസേൺ എന്നുള്ളൊരു ഹെഡ് വെച്ചിട്ടുള്ള ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കൊണ്ട് ജൂലൈ 7 എൻ്റെ വീട് കോഴിക്കോട് ആയതുകൊണ്ട് ചേവായൂർ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ടെസ്റ്റൊക്കെ നടക്കണേ. അപ്പം അവിടെ ചെന്നിട്ട് MVD സാറിനെ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലാണ് RC ബുക്കിലേക്ക് എൻഡോഴ്സ് ചെയ്യാനായിട്ട് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റുള്ളൂ. പിന്നെ ജൂലൈ 7 ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ട് അവിടെ പോയി അതിൻ്റെ ഒപ്പം തന്നെ ഡിജിറ്റൽ RCയും കൂടെ കാണിച്ചു കൊടുത്തു MVD സാറിന്. അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ടാക്കുന്നത്, സ്റ്റിയറിംഗ് എങ്ങനെയാണ് തിരിക്കാൻ പറ്റുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ സാറിന് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ സാറ് ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞ് ശരിക്കും ആ നോബ്
അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല ഭംഗിയിൽ ഓടിക്കാനായിട്ട് പറ്റുമെന്നുള്ള കോൺഫിഡൻസിൽ ആ സാറ് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ RC ബുക്കിൽ എൻഡോഴ്സ് ചെയ്യണ ആ ഒരു പ്രൊസീജിയർ ആക്ച്വലി അതവിടെ കഴിഞ്ഞു. പിന്നെ അത് RTOക്ക് അയക്കും. എന്നിട്ട് അത് എൻഡോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് വരും. പിന്നെയുള്ള സംഭവങ്ങളാണ് പരിവാഹൻ സൈറ്റിൽ കയറിയിട്ട് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിനുള്ള ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുക്കാന്നുള്ളത്. അപ്പോൾ സൈറ്റിൽ കയറിയിട്ട് ഇങ്ങനത്തെ ഡോക്യുമെന്റ്സ് ചോദിക്കുന്നതൊക്കെ അപ്പം അപ്ലോഡ് ചെയ്ത്, പിന്നെ ഫോട്ടോ ആണെങ്കിൽ ചെവിയൊക്കെ കാണുന്ന രീതിയിലുള്ള ഫോട്ടോ വേണം. പിന്നെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒപ്പം സാധാ ആൾക്കാർക്കുള്ള മാതിരി കണ്ണിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൂവ് ചെയ്യുന്നതൊക്കെ വെക്കാൻ പറഞ്ഞ് അങ്ങനെ അതൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അതൊക്കെ ഫുള്ള് സെറ്റാക്കി. അങ്ങനെ എനിക്ക് ലേണേഴ്സിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്ന ഡേറ്റ് കിട്ടിയത് ഓഗസ്റ്റ് 4 ആക്ച്വലി ഞാനൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ഒരു പുസ്തകമൊക്കെ എനിക്ക് തന്ന്, അങ്ങനെ ആ പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ച് ഫുള്ള് പഠിച്ച് എല്ലാം സെറ്റാക്കി. ലേണേഴ്സിന് ഫുൾ മാർക്ക് കിട്ടി. പക്ഷെ എനിക്കറിയാം ലേണേഴ്സ് കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്തു എന്നല്ല. ഇനി അടുത്തത് H കിട്ടണം, അതേമാതിരി റോഡ് ടെസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ആക്ച്വലി എനിക്ക് ലൈസൻസ് കിട്ടുക. പക്ഷേങ്കിലും പറ്റൂല എന്നുള്ള പോയിന്റിൽ നിന്ന് എനിക്ക് എന്നിലുള്ള വിശ്വാസം, ചുറ്റുമുള്ളവർ തന്ന കോൺഫിഡൻസ്, എൻ്റെ പേരൻസും എൻ്റെ സിബ്ലിങ്ങും എൻ്റെ ഹസ്ബൻഡും തന്നിട്ടുള്ള ഒരു ധൈര്യം, അതൊക്കെ കൊണ്ട് കൂടി പിന്നെ പഠിച്ചോൻ്റെ ഒരു കയറും എല്ലാം കൂടി വന്നപ്പോഴാണ് ആക്ച്വലി ഇത് ഇവിടം വരെങ്കിലും എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഒരുപാട് പേര് എന്നോട് തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്, 100-നൊന്നും ലൈസൻസ് ഒന്നും കിട്ടില്ല, നടക്കണ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ ഞാൻ ഇവിടം വരെ എത്തിയിട്ട് കാണിക്കുമ്പോൾ അത് ആരോടുള്ള അഹങ്കാരമോ വൈരാഗ്യമോ ഒന്നും തീർക്കല്ല. പക്ഷേ ഞാൻ വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത് ബാക്കിയുള്ളവരോ വാക്കുകളിലേക്കാളിലും നമുക്ക് നമ്മളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വി കൻ ഡു വണ്ടേഴ്സ് ഇൻ ദിസ് വേൾഡ് ആൻഡ് വി കൻ അച്ചീവ് എവറി ഡ്രീം ഓഫ് ആർസ്. എന്തൊക്കെ പറഞ്ഞാലും അൽഹംദുലില്ലാ, കാരണം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. എനിക്കിത് നേടിയെടുക്കാൻ പറ്റിയത് എൻ്റെ 24ാമത്തെ വയസ്സിലാണ്. ഈ വീഡിയോ എന്തായാലും എന്നെപ്പോലെ ഡിസബിലിറ്റി ഉള്ള വണ്ടി ഓടിക്കാൻ അങ്ങേയറ്റം ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാകുന്ന ഒരു സംഭവമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലേണേഴ്സ് കിട്ടിയതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു ധൈര്യം, കോൺഫിഡൻസും ഇസ് വേറെ ലെവൽ ആക്ച്വലി. ആൻഡ് ഐ ഹാവ് ടു താങ്ക് മൈ ഹസ്ബൻഡ് ഫോർ ദാറ്റ്. കാരണം വണ്ടി കയ്യിലുണ്ടായിട്ടും ഓടിക്കാൻ പറ്റാതെ ഇരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. ആൻഡ് ദർ വർ സോ മെനി സാഹചര്യങ്ങൾ ഫോർ മീ ടു ഡ്രൈവ്. പക്ഷെ അപ്പോഴൊന്നും ലൈസൻസോ ലേണേഴ്സോ കയ്യിലില്ലാത്ത നമുക്ക് ഓടിക്കാനൊന്നും പറ്റൂലല്ലോ. പക്ഷേ എനിക്ക് ലേണേഴ്സ് കിട്ടിയപ്പോൾ ഹാസി പയ്യെ പറ്റുന്ന റോഡിലെല്ലാം ഓടിപ്പിച്ച് ശീലിപ്പിക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ലൈസൻസ് ഉള്ള ആൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ലേണേഴ്സ് ഉള്ള ഒരാൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. 6 മണിക്ക് ശേഷം ഓടിക്കാനും പാടില്ല എന്നാണ്. അതിനുശേഷം അടുത്തൊരു മേജർ സ്റ്റെപ്പാണ് നല്ലൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേരുക എന്നുള്ളത്. ഇപ്പോൾ ലേണേഴ്സിന് ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിലും ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് കിട്ടാൻ ഞാൻ കോഴിക്കോട് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, കുറച്ച് ടൈം പീരീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 4 ആയിരുന്നു എൻ്റെ ലേണേഴ്സ് ഞാൻ ക്ലിയർ ചെയ്തത്. എനിക്ക് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് November 20 അപ്പോൾ അത്രയും ടൈം കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് വണ്ടി ഓടിച്ച് പഠിക്കാനുള്ളൊരു ടൈമും അതേപോലെ നല്ലോണം കിട്ടി. എൻ്റെ വീട് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ഭാഗത്തായതുകൊണ്ട് ഹൈലൈറ്റ് മോൾ എൻ്റെ വീടിൻ്റെ കുറച്ചൊക്കെ അടുത്തായതുകൊണ്ടും ഐ ചോസ് വുമൺ ഓൺ വീൽസ് ഡ്രൈവിംഗ് സ്കൂൾ. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് നല്ല ട്രെയിനേഴ്സ് ഉള്ള ഒരു സ്ഥാപനമാണത്. ആൻഡ് അതിനു മുമ്പ് ചില ഡ്രൈവിംഗ് സ്കൂളുകളിലൊക്കെ അപ്രോച്ച് ചെയ്തെങ്കിലും അവർക്ക് ഇതിനെപ്പറ്റിയുള്ളൊരു ധാരണ, ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് എന്തെല്ലാം എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായതുകൊണ്ടും പലപ്പോഴും അപ്ഡേറ്റ്സ് ഒന്നും വരാഞ്ഞതുകൊണ്ടും വുമൺ ഓൺ വീൽസിൽ പോയപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റോട്ടിൽ ഓടിച്ച് പഠിക്കാനുള്ള ക്ലാസ്സിനും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഷി വാസ് വെരി കോപ്പറേറ്റീവ്, വെരി ഹെൽപ്ഫുൾ. ആൻഡ് നമ്മൾ വിചാരിക്കുമല്ലോ നമ്മൾ എളുപ്പമുള്ള വഴി കൂടെ പോയിട്ടാണ് നമ്മൾ എപ്പോഴും നല്ലോണം പഠിക്കുകയെന്ന്. പക്ഷേ അല്ല, ചാലഞ്ചസ് ഉള്ള വഴി കൂടെ പോയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ മര്യാദക്ക് പഠിക്കുകയുള്ളൂ. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആരുമില്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. അപ്പോൾ ആയിഷ എൻ്റെ അടുത്ത് ശരിക്കും കയ്യും കാലും ആ ഒരു സാധനം ആ കുട്ടി എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഏതൊരാൾ എങ്ങനെ ഏതൊക്കെ വഴി കൂടെയൊക്കെ പോകുന്നോ അതേപോലെ തന്നെയാണ് എന്നോട് വണ്ടി ഓടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും അങ്ങനെ ശീലിപ്പിച്ചതും. അപ്പോൾ ഭയങ്കര കുത്തനുള്ള കയറ്റം, ഗുഡുഗുഡുള്ള വഴികൾ, ചെറിയ റോഡ്, ഒറ്റ വണ്ടിക്ക് പോകാൻ മാത്രം പറ്റുന്ന റോഡ്, അങ്ങനെ എല്ലാം ഉണ്ടായപ്പോഴും അവിടെ കൂടെ ഒക്കെ എന്നെ വണ്ടി ഓടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് Hന്റെ
ഒരു ടെസ്റ്റായിരുന്നു. കാരണം അതൊരു ന്യൂ സാധനമാണ്. കാരണം വളക്കാനും തിരിക്കാനും എല്ലാം അറിയാം, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കും ഈ എച്ചിടണത് എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് വീണ്ടും വീണ്ടും എത്ര വട്ടം വേണമെങ്കിലും ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് എന്നെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വുമൺ ഓൺ വീൽസിൽ തന്നെ അശ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനറാണ്. ഹി വാസ് വെരി കൈൻഡ്, വെരി പേഷ്യൻറ്റ്. ഞാനങ്ങനെ അധികമൊന്നും തെറ്റിച്ചിട്ടൊന്നുമില്ല, പക്ഷേ തെറ്റിയോടത്ത് പോലും സമാധാനത്തിൽ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തെറ്റിയാലും കുഴപ്പമില്ലാതെ നെക്സ്റ്റ് ടൈം അടിപൊളിയാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് അശ്വിൻ നല്ലപോലെ തന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എനിക്ക് RTOൻ്റെ അടുത്ത് നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു November 9 ഒരു കത്ത് വന്ന് അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഹിയറിങ്ങിന് വരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതെനിക്ക് വന്നപ്പോഴേ തന്നെ മനസ്സിലായി. കാരണം RC എൻഡോഴ്സ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ടും അവർക്ക് നമ്മളെ കണ്ടൊന്നും ഉറപ്പ് വരുത്തേണ്ട ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എത്ര മോട്ടിവേഷൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഇത് റോഡാണ്. അവർ നമുക്ക് പറ്റുന്നത് എത്രത്തോളമാണ് നമ്മുടെ കപ്പാസിറ്റി എന്നുള്ളത് അവരെന്തായാലും നോക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ November 9 കത്ത് വന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയിൽ കുറേ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് വന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ സമയം കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ November 20 എൻ്റെ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 19 ഇത് നോക്കണത്. അപ്പോൾ അതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നൊരു തെറ്റാണ്. അപ്പോൾ ഞാൻ ഈ വുമൺ ഓൺ വീൽസിലൊരു മാമുണ്ട്, മർജാൻ എന്ന് പറഞ്ഞിട്ട്, ഓരോട് ഈ ഡീറ്റെയിൽസ് എല്ലാം എന്നോട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. കാരണം ഇത് പ്രിൻ്റ് ഔട്ടെല്ലാം എടുക്കണമല്ലോ. അപ്പോഴാണ് മനസ്സിലാവുന്നത് RTO സാറ് വെടിപ്പിച്ചിക്കണ്. ഒന്ന് പോയി ഹിയറിങ്ങിനെല്ലാം ഒന്ന് കൊടുത്തിട്ട് എന്നാലും അതിൻ്റെ ഫെർദർ സ്റ്റെപ്സിലേക്ക് എത്തുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് ഞാൻ പോകാൻ വൈകിയത് കൊണ്ട് എനിക്ക് 20 ഉണ്ടായിരുന്ന ടെസ്റ്റ് പോസ്റ്റ്പോണ്ടഡ് ആയി. അപ്പോൾ 20 ഞാൻ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ പോയി. അപ്പം ജോയിൻ്റ് RTO സാറിനെ കണ്ടു. സാറ് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ ഭയങ്കര വാലിഡാണ്. ആരും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഹി ഹാസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇത് റോഡാണ്, നമ്മളുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരാതിരിക്കണം എന്നുള്ളൊരു സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ചോദിക്കും. അപ്പം ഞാൻ എങ്ങനെയാണ് സ്റ്റിയറിംഗ് എല്ലാം പിടിക്കുക? അപ്പം ഞാൻ 2 കൈ കൊണ്ടാണ് സ്റ്റിയറിംഗ് പിടിക്കുക. ഇൻഡിക്കേറ്റർ ഇടാൻ, വൈപ്പർ ഇടാൻ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്നുള്ളതൊക്കെ ചോദിച്ചു. കാറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പോലെയൊക്കെ എനിക്ക് എത്രത്തോളം അറിയാമെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ സാറിൻ്റെ കയ്യിൽ അമർത്തിയിട്ട് എൻ്റെ കൈയിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്നെല്ലാം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഇതിലൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കര അത്ഭുതങ്ങളൊന്നും തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എന്തായാലും ചോദിക്കുന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം അതിൽ സാർ എടുത്ത് പറയുകയും ചെയ്തു, നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടല്ല, നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് കൂടിയാണ്. നമ്മുടെ കോൺഫിഡൻസ് പോലെ ഇരിക്കും ഏത് സാഹചര്യങ്ങളും എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ആ സാറിനെ കണ്ടു, എല്ലാ കാര്യങ്ങളും അദ്ദേഹം അസസ് ചെയ്തു ആൻഡ് ഹി വാസ് ഫൈൻ. ആൻഡ് അതിനുശേഷം എനിക്ക് എപ്പോഴാണ് അടുത്ത ടെസ്റ്റ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് 22 ഡേറ്റ് തന്നു. അങ്ങനെ 22 വാസ് മൈ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഇങ്ങനെ 22 രാവിലെ ഒരു 7 മണിയെല്ലാം ആയപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നുള്ള ഒരു വ്യക്തി വന്നിട്ട് നമ്മൾ ഒരുമിച്ചാണ് ചേവായൂർ ഗ്രൗണ്ടിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിത്ത് എവറി ഡോക്യുമെൻ്റ് ഐ വെൻറ്റ്. നമ്മൾ ലേണേഴ്സിന് കിട്ടിയ ഒരു കുഞ്ഞു സർട്ടിഫിക്കറ്റ് അതെല്ലാം വേണം. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു വരിയിൽ. അപ്പം എനിക്ക് കിട്ടിയ നമ്പർ 66 ആയിരുന്നു. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ വരിക്ക് വെക്കുമ്പോൾ ഞാനും സാറിൻ്റെ അടുത്ത് പോയി കാണിച്ചു. അപ്പോൾ ഹി ആസ്ക്ഡ് മീ ടു വെയിറ്റ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. കാരണം ഒന്ന് സമാധാനത്തിൽ നോക്കിയാൽ എനിക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, എന്തായാലും എൻ്റെ ടെസ്റ്റ് കഴിയാണ്ട് മൂപ്പര് പോകുന്നില്ലല്ലോ. അങ്ങനെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കി. ആ സാറിൻ്റെ പേര് ഫൈസൽ എന്നായിരുന്നു. ഭയങ്കര നല്ലപോലെ മോട്ടിവേറ്റഡ് ആക്കിയിട്ട് എന്നെ നിർത്തിയത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്നോട് പറഞ്ഞു നല്ല ധൈര്യമായിട്ട് ഉഷാറായിട്ട് എച്ചൊക്കെ എടുക്കണം എന്നല്ലോ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കിയതിന് ശേഷം എന്നോട് ചോദിച്ച് എച്ച് ഇപ്പം ഇടണോ അതോ ഇനി ലാസ്റ്റിലേക്കാണോ എന്താ വേണ്ടത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കോൺഫിഡൻറ്റ് ഇപ്പം ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ എൻ്റെ മുമ്പ് 2 പേര് എച്ചിടുണ്ടായിരുന്നു. അപ്പം ഒരു കുട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കുട്ടി അടുത്തത് കയറാൻ നിൽക്കാൻ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കയറിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ എച്ചിടാനായിട്ട് ഗ്രൗണ്ടിലേക്ക് കയറി. എൻ്റെ കാറിലാണല്ലോ അത് ചെയ്യുക. അപ്പോൾ എൻ്റെ കാറ് ഡ്രൈവിംഗ് സ്കൂളിലെ പേഴ്സൺ അത് ട്രാക്കിലേക്കാക്കി ഇട്ട് തന്നു. എനിക്ക് ആ സമയത്ത് അങ്ങനെ ഭയങ്കര ടെൻഷനൊന്നും വന്നില്ല. പക്ഷേ എനിക്ക്
ഭയങ്കര നമ്മായിരുന്നു, ഒരു ഫ്രീസ് മോഡായിരുന്നു. എനിക്ക് എക്സൈറ്റഡ് അങ്ങനത്തെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണോന്ന് അറിയില്ല. അൽഹംദുലില്ലാ നല്ല വൃത്തിക്ക് സെൻറ്ററിൽ തന്നെ ഞാൻ എച്ച് ഇട്ടു. അങ്ങനെ എച്ച് ക്വാളിഫൈ. ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞാൻ സാറിനോട് ചെന്ന് പറഞ്ഞു എനിക്ക് എച്ച് കിട്ടി, ഇനി അടുത്തത് റോഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനായിരുന്നു തോന്നുന്നു ലാസ്റ്റിലേക്കായിരുന്നു എൻ്റെ എച്ചിൻ്റെ ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ റോഡിന് ഞാനായിരുന്നു പക്ഷേ ഫസ്റ്റ് പോയത്. അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ നമുക്ക് റോഡ് പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡ്രൈവിംഗ് സ്കൂളിലത്തെ ആള് വണ്ടി എല്ലാവരും ടെസ്റ്റിന് പോകുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടല്ലോ അവിടേക്ക് ആക്കി തന്നു. അവിടെ നിന്ന് ഒരു ഇച്ചിരി മുന്നോട്ടെല്ലാം പോയി ടെസ്റ്റെല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ സാറ് വാസ് റിയലി ഹാപ്പി വിത്ത് മൈ പെർഫോമൻസ്. എന്നപ്പോൾ ടെസ്റ്റ് പാസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തന്നു. ആൻഡ് ഫൈനലി ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞപ്പോഴും എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഐ വാസ് റിയലി പ്രൗഡ്, ഐ വാസ് റിയലി ഹാപ്പി. അപ്പം ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഒരു കഥ. ഇത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതൊരു 1-2 ആഴ്ചത്തെ കഥയല്ല, ശരിക്കും മാസങ്ങളോളം പണിയെടുത്ത് കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു സംഭവമാണ്. എനിക്ക് ഇത്രത്തോളം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഇതിലും അടിപൊളിയായിട്ട് ഒരുപാട് പേർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ലൈസൻസ് എല്ലാം ഉണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാനൊരു പേടിയുണ്ട്. സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉള്ളവർക്ക് മേ ദിസ് ബി എ മോട്ടിവേഷൻ ടു സ്റ്റാർട്ട് ടുഡേ. വണ്ടി ഓടിക്കാൻ പറ്റുമെന്നുള്ളത് വെറുതെ ഒരു സാധാരണ കഴിവ് പോലെയല്ല. ഇറ്റ് ഇസ് എ ലൈഫ് സ്കിൽ ദാറ്റ് ഇസ് ഗോയിങ് ടു സേവ് യു. ചിലപ്പോൾ നമ്മുടെ ജീവൻ പോലും രക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഞാൻ വണ്ടി വാങ്ങിയത് ഏപ്രിൽ 11-നാണ്. ഇത് നവംബർ 22 വരെ ഉള്ള ഒരു സ്ട്രഗിളിന് ശേഷം മാത്രമാണ് എനിക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടിയത്. കുറേ ചാലഞ്ചസ് വരും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുറേ ആൾക്കാർ പറയും എന്തിനാ ഇതിനൊക്കെ നിൽക്കണേ, ഒന്നും പറ്റുമല്ലോ, വണ്ടി ഓടിച്ച് കൊണ്ട് നടക്കാൻ ആൾക്കാരില്ല എന്നെല്ലാം പറയും. പക്ഷെ ഒന്നും മൈൻഡ് നിൽക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് പോവുക, അത് നേടിയെടുക്കുക. ബാക്കിയുള്ളവർ പലതും പറയും, നെവർ ഗിവ് യുവർ ഇയർ ടു ദം. ഇതാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഞാൻ ചെയ്ത ഹോൾ പ്രൊസീജിയർ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ ആൻഡ് ഐ വിൽ റെസ്പോണ്ട് ടു എവറിത്തിങ്. അല്ലെങ്കിൽ എല്ലാ കമൻറ്റ്സും ഒരുമിച്ച് വന്നിട്ട് ഐ വിൽ മേക്ക് അനദർ വീഡിയോ. കാരണം ഇത് റീച്ചിന് വേണ്ടിയോ ഫെയിമിന് വേണ്ടിയോ ചെയ്യുന്ന ഒരു സംഗതിയല്ല. ഞാൻ ഗോ ത്രൂ ചെയ്ത പ്രൊസീജിയേഴ്സ് ഇതെല്ലാം ആണ്. അപ്പോൾ ഇതേപോലെ ഡിസേർവിംഗ് ആയിട്ട് പറ്റുന്ന വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് എന്താ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും. ഇത് ഒരു ഇൻഫോർമേറ്റീവ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ട് ഗുണം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട്. എൻ്റെ ഉമ്മ, ഉപ്പ, താത്ത, എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ്, എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലെ എൻ്റെ സുഹൃത്തുക്കൾ, ആൻഡ് ദർ ആർ സോ മെനി പീപ്പിൾ. എനിക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് പേര്, ഞാൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എല്ലാം പ്രാർത്ഥനയും ബർക്കത്തും എല്ലാം കൊണ്ടിട്ട് കൂടിയാണ് ഇതിലേക്ക് ഞാൻ എത്തുന്നതും ഓരോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്ന് മുന്നോട്ടും മേലോട്ടും പോകുന്നത്. അപ്പം ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു Allah and everything that is happening in my life, and let this be a motivation for you to never give up and start today. അതെന്താണെങ്കിലും. അപ്പോൾ ഇൻഷാ അല്ലാഹ്, താങ്ക് യു സോ മച്ച്. ബൈ.